ചെങ്ങന്നൂരിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന പാലം തകർന്നു വീണിരിക്കുകയാണ്. ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പൊതുമരാമത്ത് വകുപ്പും മന്ത്രിയും ഏറ്റെടുക്കണം. സാധാരണഗതിയിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ പാലാരിവട്ടം പാലത്തുമ്മ ഒരു റിപ്പോർട്ട്, പാലം തകർന്നൊന്നും വീണില്ല, ഒരു റിപ്പോർട്ട് പാലത്തിൻ്റെ നിർമ്മാണത്തിൽ ഒരു ചെറിയ കുഴപ്പമുണ്ട് എന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയെ പ്രതിയാക്കി കേസെടുത്ത് അയാളെ ജയിലിലടയ്ക്കാൻ ശ്രമിച്ച സർക്കാരാണ് പിണറായി സർക്കാർ. ഇതൊരു പാലം തകർന്നു വീണ് രണ്ടുപേരും മരിച്ചിരിക്കുകയാണ്, രണ്ടുപേരുടെ മരണം ഉണ്ടായിരിക്കുകയാണ്. പാലത്തിൻ്റെ നിർമ്മാണത്തിലെ അഴിമതിയാണ് ആ പാലം തകരാനുള്ള കാരണം. അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം. ഇത് പാലാരിവട്ടം പാലത്തിന് സംഭവിക്കാത്ത കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. പാലാരിവട്ടം പാലത്തെക്കുറിച്ച് പഞ്ചവടി പാലമാണ് എന്ന് പ്രചരണം നടത്തി വ്യാപകമായി വലിയ തോതിൽ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞ് മന്ത്രി, കോടതി ഇല്ലായിരുന്നെങ്കിൽ ആ മന്ത്രി, അന്നത്തെ മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് ജയിലിൽ കിടന്നേന്. കോടതിയാണ് ഇടപെട്ടത്. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് ഉത്തരവാദിത്വമില്ലേ? ഹൈവേ തകർന്നു വീണപ്പോൾ കേന്ദ്രത്തിനെതിരായോ ഉപരിതല ഗതാഗത വകുപ്പിനെതിരായിട്ടോ നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരായിട്ടോ കേരള ഗവൺമെൻറ്റിന് ഒരു പരാതിയില്ല. ഹൈവേ തകർന്നു, വ്യാപക ഹൈവേ തകർന്നു, അതിനെക്കുറിച്ച് ഒരു പരാതിയില്ല. മാത്രമല്ല, അതിനുശേഷം മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നിതിൻ ഗഡ്കരിയെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിന് സമ്മാനപ്പെട്ടിയും പൊന്നാടയുമാണ് കൊടുത്തത്. മറ്റതൊരു റിപ്പോർട്ടാണ്, ഒരു റിപ്പോർട്ട് മാത്രം വന്നു, ചില അപാകതകളുണ്ടെന്ന്. ഹൈക്കോടതി അന്ന് ഭാരം ടെസ്റ്റ് നടത്താൻ സമ്മതിച്ചിരുന്നെങ്കിൽ ആ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞേനെ. അതിനുള്ള അനുമതി കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവരെല്ലാം ഇതിന് ഉത്തരം പറയണ്ടേ? വ്യാപകമായ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ, ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനമാണെങ്കിലും പൊതുമരാമത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും വ്യാപകമായ അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ, ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാവും. രണ്ടാമത്തെ കാര്യം, നമ്മളെല്ലാം ഞെട്ടിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്ത സംഭവമാണ്. ഒരാളുടെ കാല് വെട്ടിയതിൻ്റെ പേരിൽ 30 വർഷത്തിന് ശേഷം സുപ്രീം കോടതി അവരുടെ അപ്പീൽ തള്ളി ഒരാളുടെ കാല് വെട്ടിയ പ്രതികൾ ജയിലിലേക്ക് പോകുമ്പോൾ സമുന്നതയായൊരു നേതാവിൻ്റെ സാന്നിധ്യത്തിൽ CPM അവരെ യാത്രയയപ്പ് നൽകി അയക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ശൈല ടീച്ചറോട് വളരെയധികം വലിയ ശക്തമായ പ്രതിഷേധമുണ്ട്. അവരൊരു അധ്യാപിക കൂടിയായിരുന്നു. അവർ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? എന്ത് മെസ്സേജാണ് CPM കൊടുക്കുന്നത്? CPM പോലത്തെ ഒരു പാർട്ടി വളർന്നു വരുന്ന തലമുറയോട് കൊടുക്കുന്നൊരു മെസ്സേജ് എന്താണ്? ആരുടെ ആകട്ടെ, ഒരാളുടെ കാല് വെട്ടിയതിൻ്റെ പേരിൽ കോടതി ശിക്ഷിച്ച ആളെ സമ്മേളനം നടത്തി, യാത്രയയപ്പ് നടത്തി, യാത്രയാക്കുന്നു. ഇത് എന്തൊരു പാർട്ടിയാണ് ഈ CPM എന്ന് പറയുന്നത്? 51 വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്നവർക്ക് ജയിലിൽ സുഖസൗകര്യങ്ങളാണ്. കോടതിയിൽ പോയാൽ പുറത്തു വരുമ്പോൾ ബാറിൽ ഭക്ഷണവും മദ്യവും കൊടുക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു എയർ കണ്ടീഷൻ കൂടി വെച്ചു കൊടുത്താൽ മതി. പിണറായി വിജയനോട് എനിക്ക് പറയാനുള്ളതാണ്, മുഖ്യമന്ത്രിയോട്. അതിൻ്റെ കുറവ് മാത്രമേ ജയിലിലുള്ളൂ. ഭക്ഷണത്തിൻ്റെ മെനു തീരുമാനിക്കുന്നത് അവരാണ്. കോടതിയിലെ ജയിലിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. അവർ ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ CPM നേതാക്കന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. ഗൂഢാലോചന കേസിൽ ഉള്ള വിവരങ്ങൾ പുറത്തു പറയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പാർട്ടി അവർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. ജയിലിൽ നിന്നുകൊണ്ട് അവർ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ക്രിമിനൽ ആക്ടിവിറ്റി ജയിലിൽ നിന്ന് നടത്താനുള്ള സൗകര്യം അവർക്ക് ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പുറത്ത് നിൽക്കുന്നവർക്കാണ് ബുദ്ധിമുട്ട്, അകത്ത് ഇരിക്കുന്നവർക്കാണ്, ഗോവിന്ദസ്വാമി ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഉറപ്പായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമല്ലോ. ഞാൻ ഇപ്പോൾ പറയുന്നത് ഒരു പ്രീസിഡൻറ്റിൻ്റെ പേരിലാണ്. ഒരു പ്രീസിഡൻ്റ് ഉണ്ട്. ഒരു പാലത്തിന് അതിൽ ചില അപാകതകൾ, നിർമ്മാണത്തിൽ അപാകതകളുണ്ട് എന്നതിൻ്റെ ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ പുറത്ത് ഒരു മന്ത്രിയെ പ്രതിയാക്കി, വിജിലൻസ് കേസിൽ പ്രതിയാക്കി ജയിലിലടക്കാൻ പോയ സർക്കാരാണ്. അപ്പോൾ പാലം തകർന്നു വീഴുമ്പോൾ എന്താ മന്ത്രിക്ക് കൊടുക്കേണ്ടത്? അപ്പോൾ എന്താ മന്ത്രിക്ക് കൊടുക്കേണ്ടത്? അതാണ് ചോദ്യം. ഞാൻ രണ്ടും കൂടി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ്. അത് രാഷ്ട്രീയ വേട്ടയായിരുന്നു, ഇല്ലേ? രാഷ്ട്രീയ വേട്ട.
ഒരു പാലം നിർമ്മിച്ചാൽ അതിൻ്റെ എഞ്ചിനീയറിംഗ് പിഴവുണ്ടെങ്കിൽ മന്ത്രിക്ക് എന്താ ഉത്തരവാദിത്തം? ഇപ്പം എൻ്റെ നിയോജകമണ്ഡലത്തിൽ പാലം ഉണ്ടാക്കിയ എനിക്കെന്താ? ഞാനാണ് എഞ്ചിനീയറിംഗ് നോക്കുന്നത്, അല്ല മന്ത്രിയാണ് എഞ്ചിനീയറിംഗ് നോക്കുന്നത്? അന്നാ ദാക്ഷിണ്യം കാണിച്ചില്ല, മര്യാദകേടാണ് കാണിച്ചത്. ഇബ്രാഹിം കുഞ്ഞിനോട് കാണിച്ച മര്യാദകേടാ. എന്തു പങ്കുണ്ടായിട്ടാണ്? ഒരു എഞ്ചിനീയറിംഗ് ഒരു പാലത്തിനോ കെട്ടിടത്തിനോ വന്നാൽ മന്ത്രിയാണോ എഞ്ചിനീയറിംഗ് നോക്കുന്നത്? MLA ആണോ നോക്കുന്നത്? എന്നിട്ട് അദ്ദേഹത്തെ പ്രതിയാക്കി ജയിലിലടയ്ക്കാൻ നോക്കി. അതിന് ഇവർ ഉത്തരം പറഞ്ഞാൽ മതിയാവും, പാലം തകർന്നു വീഴും. ഞാൻ പറഞ്ഞല്ലോ, ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ, പറയട്ടെ. അന്ന് പറഞ്ഞത് അങ്ങനെയല്ലേ? പിഴവുണ്ടെന്നുള്ള റിപ്പോർട്ട് വന്നപ്പോൾ മന്ത്രിക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറഞ്ഞ ഭരണ നേതൃത്വത്തിൻ്റെ തുടർച്ചയാണ് ഈ ഗവൺമെൻറ്. തുടർച്ച പറയണമല്ലോ. ഇതൊക്കെ കാലം പറയിപ്പിക്കുന്നതാണ് ഇതെല്ലാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ട്, കാലം പറയിക്കുന്നതാണിത്.